നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നും മക്കളുടെ മുന്നിൽ തോറ്റുകൊടുത്ത ചരിത്രം മാത്രമേ ഉള്ളൂ അച്ഛന്മാർക്ക്. നിന്നെ നാണം കെടുത്തുന്ന ഒരു നീക്കവും അച്ഛന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മോൻ എന്റെ പൊന്നുമോനല്ലേ, അതിനു മാത്രം എന്ത് ദ്രോഹം എന്നോട് ചെയ്തത്? അച്ഛനും മക്കളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തല്ലി തകർന്ന ദുഷ്ടനാണ് ഞാൻ. ഈ വീട്ടിലെ മുടിയിലായ പുത്രനാ അച്ഛന്റെ വിശ്വാസം തല്ലി തകർത്തവൻ. നീ കാര്യം പറഞ്ഞോനെ പറ. ആ പ്രമാണം എടുത്തു മാറ്റിയത് ഞാനാ അച്ഛാ. അതേച്ച എനിക്ക് പറ്റിപ്പോയി. അച്ഛന്റെ പ്രതീക്ഷകൾ തച്ചോടിച്ച് എന്നെ കൊല്ലച്ച. നീ എന്തായി കാണിക്കുന്നേ? നല്ല വരുമാനം കിട്ടുന്ന ബിസിനസ് ഐഡിയകൾ എനിക്കുണ്ടായിരുന്നു. പണം മുടക്കിയതും ആ വഴിക്ക് തന്നെയാ. പക്ഷെ പരിചയമില്ലാത്തോണ്ട് ഒന്നും വിജയിച്ചില്ല. പലരും എന്നെ കബളിപ്പിക്കുകയും ചെയ്തു. ആച്ച അമ്മ തന്ന പണം മുഴുവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ വേറെയും. അത് പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പല തെറ്റുകളും എനിക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പലിശക്കാരൻ ഖാദറിനെ പണയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആധാരം എടുത്ത് മാറ്റിയത്. അത് തിരിച്ചെടുത്തു തരാൻ ഒരു നിവൃത്തിയില്ല ചാ. ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകളെ പറ്റി അറിഞ്ഞ ഹരിതയ്ക്കത് സഹിക്കാനാവില്ല. എന്നെ കളഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനും അവള് മടിക്കില്ല. അങ്ങനെ വന്നാ പിന്നെ എനിക്കൊരു ജീവിതം ഇല്ല ചാ. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല അച്ഛാ. ഒന്നും ഹരിത അറിയിക്കല്ലേ അച്ഛാ. ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. ക്ഷമിക്കച്ച, എന്നോട് ക്ഷമിക്കച്ച. സ്വന്തം മകനിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. സഹായിക്കാൻ നീട്ട എന്റെ കൈകൊണ്ട് തന്നെ അച്ഛന്റെ ചങ്കിൽ കുത്തി. മക്കള് ജീവശ്വാസം എടുക്കുമ്പോഴും ക്ഷമിച്ച് പുഞ്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അച്ഛന്മാര്. വെറും അച്ഛന്മാരല്ല,
ഗതികെട്ട അച്ഛന്മാര്. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരച്ഛനും അവര് ചെയ്ത തെറ്റുകൾ പൊറുക്കാനേ കഴിയൂ. മകൻ എത്ര തെറ്റ് ചെയ്താലും ഒരു അച്ഛന്റെ മുന്നിൽ അവൻ ഒരിക്കലും തെറ്റുകാരനാവുന്നില്ല. മകൻ എത്ര വളർന്നാലും മക്കളെന്നും അച്ഛന് കുഞ്ഞു തന്നെ. ആ, നീ എന്റെ മകനാ. മറ്റാരെക്കാളും ഇളയവനായ നിന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പണ്ട് രാത്രി പണി കഴിഞ്ഞ് ഞാൻ വരുമ്പോ ഉണ്ണിയപ്പം വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ഉണ്ണിയപ്പ കുതയനായ നിനക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞ് നീ കരയുമ്പോ വസന്തയും പ്രകാശും നിനക്ക് വീണ്ടും തരാതെ അവര് കഴിക്കുമായിരുന്നു. അത് നോക്കി നീ കരയുമായിരുന്നു. അപ്പോഴും അച്ഛൻ ആരും കാണാതെ നിനക്കായി 2-3 ഉണ്ണിയപ്പം കീശയിൽ കരുതുമായിരുന്നു. നിനക്കായിട്ട് മാത്രം. അത് കിട്ടുമ്പോ നീ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അച്ഛൻ എന്റെ പൊന്നാണെന്ന് പറയുമായിരുന്നു. നീ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനെ ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മോനെ. കാരണം നീ എന്റെ മോനാ, അച്ഛന്റെ മോൻ. അച്ഛൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നും മക്കളുടെ മുന്നിൽ തോറ്റുകൊടുത്ത ചരിത്രം മാത്രമേ ഉള്ളൂ അച്ഛന്മാർക്ക്. നിന്നെ നാണം കെടുത്തുന്ന ഒരു നീക്കവും അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഉറപ്പ്, ഉറപ്പ്. ആ മോൻ സമാധാനത്തോടെ പോയി ഉറങ്ങിക്കോ. മാപ്പ്. എന്താണ് ഇത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.